തിരുവനന്തപുരം പാപ്പനംകോട് അനധികൃത അരി ഗോഡൌണിനെതിരെ നാട്ടുകാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ അരി കൊണ്ടുവന്ന് പുതിയ ചാക്കുകളിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നുവെന്നാണ് ആരോപണം. അരി കഴുകാനും പാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഗോഡൌണിൽ നിന്ന് നാട്ടുകാർ കണ്ടെത്തി. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുഴുവരിച്ച അരി ഇവിടെ കൊണ്ടുവരികയാണ്. ആ അരി വളത്തിൻ്റെ ചാക്കുകളിലും മണൽ ചാക്കുകളിലും മോശമായ ഒരു അവസ്ഥയിലാണ് അരി കൊണ്ടുവരുന്നത്. പരിശോധിക്കുമ്പോൾ പുഴുവരിച്ച അരി ഉൾപ്പെടെയാണ് ഇവിടെ പാക്ക് ചെയ്ത് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ചാക്കിനകത്താക്കി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സിവിൽ സപ്ലൈസ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തുകയാണ്. നാട്ടുകാർ ഇപ്പോൾ ഇത് തടഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് അടിയന്തരമായി അധികാരികളുടെ ഭാഗത്ത് ഇടപെടലുണ്ടായി ഇത് പൂട്ടിക്കാൻ നാട്ടുകാർ ആവശ്യപ്പെടുക. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അലക്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിലെ പാപ്പനംകോടാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ നഗരത്തിനുള്ളിലെ പാപ്പനംകോടല്ല, തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിലെ പാപ്പനംകോടാണ് ഇത്തരത്തിൽ അനധികൃത ഗോഡൌണിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് 1 മാസം മുമ്പാണ് ഈ ഗോഡൌൺ ഈ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് നാട്ടുകാരോടുമൊക്കെ പറഞ്ഞിരുന്നത് ഇത് സവാള ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഗോഡൌൺ ആരംഭിക്കുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല അവിടെ നടക്കുന്നതെന്ന് നാട്ടുകാർ ഈ സമയത്ത് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങേയറ്റം ഗൗരവമുള്ളൊരു പരാതിയാണ് അല്ലെങ്കിൽ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. തമിഴ്നാട് പോലുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ അരി, അത് പുഴുവരിച്ച അരി 2 രൂപയ്ക്കൊക്കെ കിട്ടുന്ന അരി ലോഡ് കണക്കിന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഗോഡൌണിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം ഈ അരി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് മറ്റു ചാക്കുകളിലാക്കി വിൽക്കുന്നു, കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ വലിയ ആരോപണം. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ആ സ്ഥലത്ത്. നാട്ടുകാർ തന്നെ ആ ഗോഡൌണിലെത്തി ഇത്തരം കാര്യങ്ങൾ ദൃശ്യങ്ങളെടുത്തടക്കം തന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധം അവർ ഉന്നയിക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ ഇടപെടണം, അധികൃതർ അടിയന്തരമായി ഇടപെട്ട ഈ ഗോഡൌൺ പൂട്ടിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിഷേധം പെരിങ്ങമല പാപ്പനംകോട് ഇപ്പോഴും തുടരുന്നുണ്ട്. അറിയാൻ കഴിയുന്നു നെടുമങ്ങാട് വാളിക്കോട് സ്വദേശി ഷാരൂഖിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഗോഡൌൺ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷാരൂഖിനെ എന്താണെങ്കിലും ആ പരിസരത്ത് കാണാനില്ല. ഷാരൂഖിനെ ബന്ധപ്പെടാൻ നമുക്കും സാധിച്ചിട്ടില്ല, വിളിച്ചിട്ട് അദ്ദേഹത്തെ ലഭ്യമല്ല. എന്താണെങ്കിലും ഷാരൂഖിൻ്റെ കൂടി വിശദീകരണം അതിൽ നമ്മൾ തേടും. എന്താണെങ്കിലും ഇതിൽ അടിയന്തരമായി സിവിൽ സപ്ലൈസും അതുപോലെ സിവിൽ സപ്ലൈസ് മന്ത്രി അടക്കമുള്ള അധികൃതർ ഇടപെടേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അലക്സ് റാം.